ഇവനൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിൻ്റെ കേസ് നമ്പർ മായ്ച്ചിട്ട് ഇതങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇത് വേണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്ന്. എടോ, കേസ് നമ്പറും മണ്ണാങ്കട്ടിയൊന്നും വേണ്ട, ഹൈറിച്ച് പെറ്റീഷണറിൻ്റെ അടുക്ക് കൊടുത്തിട്ട് അത് ഹൈറിച്ച് എന്ന് മാത്രം അടിച്ചാൽ മതി. HIGHRICH എന്ന് അടിച്ചു കഴിഞ്ഞാൽ സംഭവങ്ങൾ ഇങ്ങനെ വരും, സുറസുറാന്ന് പറഞ്ഞ് വരും. നീ എന്താ വിചാരിച്ച ഈ നമ്പർ വേണമെന്നോ? എന്താണ്, അയ്യോ, വളരെ കഷ്ടം തന്നെ ഇവന്മാരുടെയൊക്കെ ആവാൻ. അപ്പോൾ പിന്നെ ഒരു വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രതാപൻ തൃശ്ശൂരുണ്ടായിരുന്നു, എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ പണ്ടത്തെ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഒരുപാട് നടക്കുകയല്ലേ, അതിനു വേണ്ടി പ്രൊഡക്ഷൻ വാറണ്ടും ഒക്കെ ആയിട്ട് ഇന്ന് പ്രതാപൻ തൃശ്ശൂരുണ്ടായിരുന്നു. പ്രതാപൻ വളരെ മെലിഞ്ഞിട്ടും ക്ഷീണിതനും താടിയൊക്കെ വളർത്തി, വെള്ളത്താടിയൊക്കെ വളർത്തി ഉള്ള ഒരു ലുക്കാണ് ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും പ്രതാപനെ കണ്ടെങ്കിൽ തൃശ്ശൂർ കോടതിയിൽ പോയാൽ മതി. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു. ഇത് ഒരുപാട് കേസുകൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളത് കൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇവിടെ വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 2 പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്സ്. എന്തായാലും പറ്റുമെങ്കിൽ ഈ പാവങ്ങളെ പറ്റിക്കാതിരുന്നൂടെ, നിങ്ങൾക്ക് ഉള്ളത് പറയുക. ഇനിയിപ്പോൾ നമുക്കറിയാം, ഇനിയിപ്പോൾ ബഡ്സ് കോടതി വിധിച്ചു. ബഡ്സ് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചെയ്യുമോ? ഇത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം ഇവർ കേസ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ മാസമാണ്. ഇവർ ബഡ്സ് കോടതി ഇനിയിപ്പം വിധിച്ചു കഴിഞ്ഞാലും ഇവരതെടുത്തിട്ട് അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ പോവില്ലേ? ഹൈക്കോടതിയിൽ പോയിട്ട് ഇവർ മാക്സിമം നീട്ടാൻ ശ്രമിക്കില്ലേ? എത്ര ദിവസം നീട്ടാൻ പറ്റുമോ അത്രയും ദിവസം ഇവർ നീട്ടൂലേ? അപ്പോൾ എപ്പോഴാണ് പൂളിംഗം വരിക? പൂളിംഗല്ല, എപ്പോഴാണ് ഇതിനൊരു അവസാനം ഉണ്ടാവുക? അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ബൈ.